എൻ്റെ പേര് എൽസി. ഞാൻ മുക്കം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്കും മകളുടെ കുഞ്ഞിനും വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിരുന്നു. അവർക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അച്ഛൻ മുക്കത്ത് 2025 മാർച്ചിൽ വാർഷിക ധ്യാനത്തിന് വന്നു. അതിൽ ഞങ്ങളും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ബ്രദർ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു, എന്തായാലും കുട്ടികളുണ്ടാവും, നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരത്തെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടുള്ള ദമ്പതികൾക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുവെന്ന്. അതുപോലെ കൃത്യം 1 മാസം, ആ മാസം തന്നെ എൻ്റെ ആയപ്പം മോള് ദുബായിലായിരുന്നു. മോള് വിളിച്ചു പറഞ്ഞു അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ്. എനിക്ക് പെട്ടെന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല. അവരപ്പം തന്നെ ദുബായിക്ക് പോയി. നല്ലൊരു കൈഡി കൊടുത്ത് എന്തൊരു സന്തോഷം അത് കേൾക്കുമ്പോലെ. ഭയങ്കര സന്തോഷം വരില്ല ഇത് കേൾക്കുമ്പേ. അത് കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ടുണ്ടാവും. ഒരു വിഷമിച്ചപ്പോൾ കൃത്യം അതുപോലെ അല്ലേ നമ്മുടെ കർത്താവ് ഭയങ്കരനല്ലേ. പക്ഷെ അങ്ങനെ പറയുന്നത് കണ്ടു. 5 വർഷമായി, അന്ന് 5 വർഷമായിരുന്നു. 5 വർഷമായി കുട്ടികളില്ലാത്ത ആൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നു. 1 മാസം കഴിഞ്ഞപ്പിക്കും കണ്ടോ എന്തൊരു വലിയ അനുഗ്രഹം. അപ്പോൾ ഇതാണ് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. അതുപോലെ പ്രഗ്നൻസിയിൽ ഇവർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഞങ്ങൾ എണ്ണ തൂത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവൾക്ക് ഒരു വേദന, അവൾക്ക് സിസേറിയൻ കഴിഞ്ഞിട്ട് സാധാരണ അവൾ നേഴ്സാണ്, പക്ഷേ സിസേറിയൻ കഴിഞ്ഞിട്ട് സാധാരണ ഒരു ഡെലിവറിയേക്കാളും ഈസിയായിട്ട് അവൾക്കൊരു വേദനയേ ഉണ്ടായിട്ടില്ല എന്നാണ് അവൾ പറയുന്നത്. എണ്ണ തൂത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, മോൾക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കുഞ്ഞിന് CRP ഭയങ്കര ഹൈ ആയിരുന്നു. 6 താഴെ വരേണ്ടടുത്ത് മോൾക്ക് 31 മുകളിലായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, എന്തായാലും ഒരു 5 ദിവസമെങ്കിലും അഡ്മിറ്റ് ആകേണ്ടി വരും, നമുക്ക് ബ്ലഡ് പരിശോധിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഞാൻ മോൾക്ക് എണ്ണ തൂത്ത് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ ഡോക്ടർ വന്നിട്ട് ബ്ലഡ് എടുത്ത് പരിശോധിച്ചു. അപ്പോൾ ഒരിക്കലും ഡോക്ടർക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. 6ലും താഴെയായിരുന്നു മോളുടെ CRP. 31 എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് 6ന് താഴെയായി. പിന്നെ 3ാമത്തെ സാക്ഷ്യം, മോന് കാനഡയിൽ PR ലഭിച്ചിട്ടില്ല. PRന് വേണ്ടിയിട്ട് IELTSൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവന് ഒരു പേപ്പർ ഭയങ്കര ടഫായിരുന്നു. അവൻ വിചാരിച്ചത് ഒരിക്കലും പാസ്സാവില്ല എന്നാണ്. അന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേരണം, എനിക്ക് എന്തായാലും ഇതിൽ പരീക്ഷ പാസ്സാവണമെന്ന്. അങ്ങനെ എന്തായാലും നല്ല മാർക്കോടുകൂടി അവൻ ഹയസ്റ്റ് മാർക്കോടുകൂടി പാസ്സായി. യേശുവേ നന്ദി, യേശുവേ. നല്ലൊരു കൈയടി കൊടുത്തോട്ടോ. കണ്ടോ സാക്ഷ്യം പറയാമെന്ന് നേർച്ച പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. വലിയ സാക്ഷ്യം നമ്മൾ കേട്ടത് കേട്ടോ. ദൈവത്തിന് നന്ദി പറയാം.